بسم الله الرحمن الرحيم. ومن لم يؤمن بالله ورسوله فإنا أعتدنا للكافرين سعيرا ولله ملك السماوات والأرض يغفر لمن يشاء ويعذب من يشاء وكان الله غفورا رحيما. سيقول المخلفون إذا انطلقتم إلى مغانم لتأخذوها ذرونا نتبعكم يريدون أن يبدلوا كلام الله قل لن تتبعونا كذلكم قال الله من قبل فسيقولون بل تحسدوننا بل كانوا لا يفقهون إلا قليلا. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1792 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 48-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫത്ഹിലെ 13 മുതൽ 15 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن لم يؤمن بالله ورسوله فإنا أعتدنا للكافرين سعيرا ولله ملك السماوات والأرض يغفر لمن يشاء ويعذب من يشاء وكان الله غفورا رحيما. سيقول المخلفون إذا انطلقتم إلى مغانم لتأخذوها ذرونا نتبعكم يريدون أن يبدلوا كلام الله قل لن تتبعونا كذلكم قال الله من قبل فسيقولون بل تحسدوننا بل كانوا لا يفقهون إلا قليلا. صدق الله العلي العظيم. സൂറത്തുൽ ഫത്ഹിലെ 13 മുതൽ 15 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഹിജ്റ 6-ാം വർഷത്തിലെ ദുൽഖഅദ മാസത്തിൽ ഒരു സ്വപ്ന ദർശനത്തിനെ തുടർന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ 1400 അനുയായികളുമായി മദീനയിൽ നിന്ന് ഉംറ നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പുറപ്പെടുകയും ഹുദൈബിയയിൽ വഴി തടയപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് വലിയ പരീക്ഷണാത്മകമായ അവസ്ഥകളിലൂടെ കടന്നുപോയി. ബൈഅത്ത് റിദ്വാനും ഹുദൈബിയ സന്ധിയും ഒക്കെ സംഭവിച്ചു. അതിനെ തുടർന്ന് മദീനയിലേക്ക് തന്നെ തിരികെ യാത്ര ചെയ്യുകയായിരുന്ന സന്ദർഭത്തിലാണ് സൂറത്തുൽ ഫത്ഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെടുന്നത്. ഹുദൈബിയ സന്ധിയും അനുബന്ധമായ കാര്യങ്ങളും പരാമർശിക്കപ്പെടുന്ന ഈ സൂറത്തില് ആ യാത്രയും ആ സന്ധിയും ഒക്കെ അള്ളാഹുവിന്റെ പ്രവാചകനും സത്യവിശ്വാസികൾക്കുമായുള്ള വളരെ നിർണായകമായ വളരെ തെളിമയുള്ള വിജയമായിരുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുകയുണ്ടായത്. ഈ ഉംറ യാത്രക്ക് വേണ്ടി ഒരുങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ സത്യവിശ്വാസികളോടും പ്രാന്തപ്രദേശങ്ങളിലെ തങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന്
പ്രഖ്യാപിച്ചിരുന്ന ഗോത്രങ്ങളിലെ ആളുകളോടും ഒക്കെയായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഈ സമീപ പ്രദേശങ്ങളിലുള്ള ഗോത്രങ്ങളിൽപ്പെട്ട ആളുകളിൽ കൂടുതൽ പേരും അല്ലെങ്കിൽ അവരൊന്നടങ്കം തന്നെയും ആ ഉംറയാത്രയിൽ പങ്ക് ചേരാതെ മാറി നിൽക്കുകയാണ് ഉണ്ടായത്. ആളുകള് ചില കണക്കുകൂട്ടലുകളൊക്കെ നടത്തിക്കൊണ്ട് ഈ യാത്ര തീർത്തും അപകടകരമാണ്, ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ പ്രവാചകനും അനുയായികളും ഈ യാത്ര കഴിഞ്ഞ് തിരികെ വീടുകളിലേക്ക് അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങുകയില്ല, അവരൊരിക്കലും തന്നെ സുരക്ഷിതരായി തിരികെ എത്തുകയില്ല എന്ന കണക്കുകൂട്ടലാണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വെല്ലുവിളികൾ നിറഞ്ഞ ആ യാത്രക്ക് അവരോടൊപ്പം കൂടാൻ സന്നദ്ധരാവാതെ അവര് മാറി നിൽക്കുകയായിരുന്നു. അവരുടെ നിലപാടുകളും തീരുമാനങ്ങളും ഒക്കെ വിശ്വാസപരമായ ദൗർബല്യം വളരെ കൂടുതൽ പ്രകടമാക്കുന്ന സംഗതികളായിരുന്നു. ആ കാര്യം അവരുടെ ഉള്ളിലിരിപ്പിനെ വെളിപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു തുറന്നു കാട്ടുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ. മുഖല്ലഫുകൾ എന്നാണ്, മുഖല്ലഫൂന മിനൽ അഅറാബ്, ഗ്രാമീണ അറബികളിൽപ്പെട്ട മരുഭൂവാസികളായ അറബികളിൽപ്പെട്ട മാറി നിന്നവർ, പിന്തി നിന്നവർ എന്ന അർത്ഥത്തിലാണ് അവരെ ഈ ആയത്തുകളിൽ പരാമർശിക്കപ്പെടുകയുണ്ടായത്. അവര് കരുതിയരുത്, അവര് ഊഹിച്ചത് ഒരിക്കലും തന്നെ ലനൻതും അല്ലൻ യൻഖലിബർ റസൂലു വൽ മുഅ്മിനൂന ഇലാ അഹ്ലിഹിം അബദ, ഒരിക്കലും തന്നെ പ്രവാചകനും അനുയായികളും ഈ യാത്ര കഴിഞ്ഞ് അവരുടെ കുടുംബങ്ങളുടെ അടുക്കലേക്ക് തിരികെ എത്തുകയില്ല, അവരിലേക്ക് മടങ്ങി എത്തുകയില്ല എന്നാണ് അവർ ഊഹിച്ചിരുന്നത്. അങ്ങനെയുള്ള ചില ചിന്തകൾ അവരുടെ ഹൃദയങ്ങളിൽ ആകർഷകമായി അനുഭവപ്പെടുകയുമായിരുന്നു. അവര് നാശോന്മുഖമായ, നാശം ഏറ്റുവാങ്ങൽ അനിവാര്യമായ ഒരു കൂട്ടരാണ് എന്നാണ് അള്ളാഹു ഇവിടെ പരാമർശിക്കുകയുണ്ടായ. വകുന്തും ഖൗമൻ ബൂറ എന്നാണ് അവരെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു ഇവിടെ പറയുകയുണ്ടായത്. അതിനെ തുടർന്ന് ഒരു താക്കീതിന്റെ സ്വരത്തില് ചില കാര്യങ്ങളെ അവരെ കേൾപ്പിക്കുകയും, എന്നാൽ പശ്ചാത്തപിച്ച് മടങ്ങുന്നവർക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിൽ കാര്യം പരാമർശിക്കുന്നത്. നമുക്ക് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. വമൻ ലം യുഅ്മിൻ ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വാസം ഉൾക്കൊള്ളാത്ത ആളുകൾ, ഫഇന്ന അഅ്തദ്നാ ലിൽ കാഫിരീന സഈറ, നിശ്ചയമായിട്ടും നാം അവർക്കായി നരകാഗ്നി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. കടുത്ത താക്കീതിന്റെ സ്വരത്തിലാണ്, സ്വഭാവത്തിലാണ് ഈ കാര്യം അള്ളാഹു ഇവിടെ പ്രസ്താവിക്കുന്നത്. അള്ളാഹുവിൽ വിശ്വസിക്കുക, അവന്റെ ദൂതനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ കേവലം ഒരു വ്യക്തിയുടെ ഒരു അലങ്കാരമായി കൊണ്ട് നടക്കാവുന്ന ഒരു നിലപാടോ അല്ലെങ്കിൽ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടില്ലാത്ത ഒരു തിരിച്ചറിവോ അല്ല. അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തന്റെ റബ്ബായിട്ട് അള്ളാഹു ഉണ്ട് എന്നൊരു ബോധം ഉണ്ടാവൽ കൂടിയാണല്ലോ. ഭീഷണികൾ ഉണ്ടാവുമ്പോ, തിരിച്ചടികൾ ഉണ്ടാവുമ്പോ, വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമ്പോ അതിന്റെ മുന്നിൽ ദുർബലരായി പോവാതെ, അതിന്റെ മുന്നിൽ ചൂളിപ്പോവാതെ, തന്റെ സംരക്ഷകനായി, തന്റെ റബ്ബായി അള്ളാഹു ഉണ്ട് എന്നൊരു ബോധം ഒരാളിൽ ഉണ്ടാകുമ്പോഴാണ് അത് യഥാർത്ഥത്തിലുള്ള ഈമാനാവുക. അല്ലെങ്കിൽ ഒരു വീട്ടിലെ പശുവിനെ പോലെയുള്ള ഒരു ഈമാൻ എന്നേ പറയാൻ പറ്റുള്ളൂ.
അത് പ്രത്യേകിച്ച് ഫലമൊന്നും ചെയ്യില്ല. എട്ടിലെ പശു പുല്ലു തിന്നില്ല എന്ന് പറയാറുണ്ടല്ലോ. ആ ഈമാൻ അവർക്ക് പ്രയോജനം ചെയ്യുകയില്ല. ഈമാൻ പ്രയോജനം ചെയ്യുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹു റബ്ബാണ് എന്ന ആ ബോധ്യം കൊണ്ടുള്ള നേട്ടമുണ്ടാകുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നിലപാട് സ്വീകരിക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ്. വെല്ലുവിളികളും ഭീഷണികളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ നിസാരമായി കണ്ടുകൊണ്ട് റബ്ബിൽ അർപ്പിക്കാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് വിശ്വാസമായിട്ട് പരിഗണിക്കപ്പെടുക, അല്ലെങ്കിൽ അതിന്റെ ഫലം ചെയ്യും. ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ അവന്റെ ദൂതനിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നത് പാഠപുസ്തകത്തിൽ നോക്കി പറയുന്ന ഒരു അവസ്ഥയിലാണ് ഒരാൾ ഉള്ളതെങ്കിൽ അത് ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ലാത്തൊരു ഈമാനാണ്. അയാളുടെ നിലപാടുകളെ സ്വാധീനിക്കാത്തൊരു ഈമാനാണ്. അയാളുടെ മനസ്സിനെ കരുത്തുള്ളതാക്കി ശക്തിപ്പെടുത്തി നിർത്തുന്ന വിധത്തിലുള്ള ഒരു ഈമാനായിട്ട് അത് മാറിയിട്ടില്ല എന്നതാണ് വസ്തുത. ഈ മുഖല്ലഫുകൾ, അറാബികളിൽപ്പെട്ട മുഖല്ലഫുകൾ എന്ന വിധത്തിലൂടെ അള്ളാഹു പരാമർശിച്ചിട്ടുള്ള കൂട്ടർ, അവരിലേറെ പേരും ഒരു ഇൻ പ്രിൻസിപ്പിൾ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അംഗീകരിച്ചിരിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു തലത്തിലേ എത്തിയിട്ടുള്ളൂ. അവരുടെ മനസ്സുകളിലേക്ക്, ഹൃദയങ്ങളിലേക്ക് ഈമാൻ ഇറങ്ങിച്ചെന്നിട്ട് അതവിടെ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടില്ല. അതുപോലെ അവര് ആ ഒരു ഈമാന്റെ ബലത്തിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടില്ല. ഈ ഒരു കാര്യം ഖുർആൻ ഇവിടെ പരാമർശിക്കുമ്പോൾ ഇതൊക്കെ, ഈ ആയത്തുകളൊക്കെയും നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ വിലയിരുത്താൻ പ്രേരണയാവുന്ന സംഗതികളാവേണ്ടതുണ്ട്. ഇവിടെ മുഖല്ലഫുകൾ, അറാബികളിൽപ്പെട്ട മുഖല്ലഫുകൾ എന്ന അല്ലാഹുവിടെ പരാമർശിച്ച ഈ വിവരണം നമ്മിൽ ആർക്കൊക്കെയാണ് ചേരാതിരിക്കുക എന്നാലോചിച്ച് നോക്കിയാൽ, പ്രതിസന്ധി, സങ്കീർണത, വെല്ലുവിളി ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നേരിടാനുള്ള സന്നദ്ധത മാനസികമായിട്ട് വിശ്വാസം കാരണമായി ഒരാൾ കൈവരിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കൂട്ടത്തിൽ ആരും തന്നെ ഈ വിഭാഗത്തിൽ പെടുന്നവരായിരിക്കും. അത് ഞാനും നിങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സമൂഹം അത്തരം വെല്ലുവിളികളെയും ഭീഷണികളെയും അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നേരിടാനുള്ള ഒരു ഈമാനികമായ വളർച്ച നേടിയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം അത് പരീക്ഷണത്തിന് വിധേയമായിട്ടില്ലാത്തൊരു ഈമാനാണ്. അത് കാമ്പ് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത, അല്ലെങ്കിൽ കഴമ്പ് തെളിയിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഈമാനാണ്. ആ ഈമാൻ എന്തെങ്കിലും പരിഗണന ലഭിക്കുന്ന ഒരു ഈമാനായിട്ട് അല്ലാഹു ഇവിടെ സൂചിപ്പിക്കുന്നേ ഇല്ല. അത് ഈമാനെ ആയിട്ടല്ല അല്ലാഹു പരിഗണിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആത്മപരിശോധനക്ക് പ്രേരിപ്പിക്കേണ്ട വിധത്തിലുള്ള കാര്യങ്ങളാണ് ഈ ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. വമല്ലം യുഅ്മിൻ ബില്ലാഹി വറസൂലിഹി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പരാമർശിക്കുന്നത് മക്കയിലെ കുഫാറുകളെ കുറിച്ചോ ഇസ്ലാമിനോട് എതിർപ്പ് കാണിച്ചുകൊണ്ട് നിലകൊള്ളുന്ന വിദൂര പ്രദേശങ്ങളിലെ ഗോത്രങ്ങളിലെ ആളുകളെ കുറിച്ചൊന്നുമല്ല. ഇവിടെ മുഖല്ലഫൂന മിനൽ അറാബ് എന്ന് പരാമർശിച്ചവരെ തുടർന്ന് വിവരിക്കുകയാണല്ലോ. അപ്പോ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വാസം ഉൾക്കൊണ്ടിട്ടില്ലാത്തവർ എന്ന് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പ്രഖ്യാപിച്ച ആളുകളെ കുറിച്ച് തന്നെയാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ വമല്ലം യുഅ്മിൻ ബില്ലാഹി വറസൂലി, അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വാസം ഉൾക്കൊണ്ടിട്ടില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സ്വാധീനം ഉണ്ടായിട്ടില്ലാത്ത തരം ആളുകൾ,
ഫൈന്ന അഅ്തദ്നാ ലിൽ കാഫിരീന സഈറ. അങ്ങനെയുള്ള നിഷേധികൾക്കായി നാം നരകത്തെ ഒരുക്കി വെച്ചിട്ടുണ്ട്, കത്തിയെരിയുന്ന നരകത്തെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് വളരെ ശക്തമായ കടുപ്പമുള്ള ഭാഷയിലാണ് ഈ വിമർശനവും ആക്ഷേപവും അള്ളാഹു ഇവിടെ നടത്തിയിട്ടുള്ളത്. എന്നിട്ട് തുടർന്ന് പറയുകയാണ്. അത് പറയുമ്പോ അതിന്റെ ആശയപരമായ സൂചന എന്താണെന്നത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനും സാധിക്കും. വലില്ലാഹി മുൽക്കുസ്സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ ആധിപത്യം പൂർണ്ണമായും അവനുള്ളതാണ്. അവൻ നിങ്ങളെയൊന്നും ആശ്രയിക്കുന്നവനല്ല. ഈ മാറി നിൽക്കുന്നവര് അവരെ ആശ്രയിച്ചാണ് അള്ളാഹു അവന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കേവലം തെറ്റിദ്ധാരണ മാത്രമാണ്. അവരുടെ തന്നെ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് യഥാർത്ഥത്തിൽ അവര് പോരാട്ടത്തിന് ഇറങ്ങുന്നതും ധീരമായിട്ട് ഭീഷണികളെ നേരിടുന്നതും പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യാനുള്ള സന്നദ്ധത കാണിക്കുന്നതും ഒക്കെ തന്നെ. അള്ളാഹുവിന് ആകാശഭൂമികളുടെ മുഴുവനുമായുള്ള ഉടമസ്ഥതയും ഉത്തരവാദിത്വവും അല്ലെങ്കിൽ കൈകാര്യകർത്തൃത്വവും ഉള്ളത് കൊണ്ട് തന്നെ ആകാശഭൂമികളിലെ ജുനൂദ് സമാവാത്തി വൽ അർള് അള്ളാഹുവിന് എപ്പോ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ ആളുകളെ കൈകാര്യം ചെയ്യുക എന്നത്, ഈ ഇസ്ലാമിന്റെ മുഖ്യമായ ശത്രുക്കളായി നിലകൊണ്ടിരുന്നവരെ മക്കയിലെ പ്രതിയോഗികളൊക്കെ നേരിടുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അത് നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരം മാത്രമാണ് എന്നതാണ് ഇവിടെ നൽകപ്പെടുന്ന സൂചന. അള്ളാഹുവിനാണ് മുൽക്കുസമാവാത്തി വൽ അർദ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യവും അധികാരവും ഒക്കെ പൂർണ്ണമായും അള്ളാഹുവിനുള്ളതാണ്. അത് പറഞ്ഞു വെച്ചിട്ട് അള്ളാഹു സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഇനിയും അവരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുടെ ഒരു തിരിനാളം അവശേഷിപ്പിച്ചിരിക്കുകയാണ് അള്ളാഹു. യഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാ. അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നു, അവൻ ഇച്ഛിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യുന്നു. അത് അവന്റെ ഇഷ്ടമാണ്. അള്ളാഹു മഗ്ഫിറത്ത് നൽകാൻ ഇടയുള്ള ചിലരുണ്ട്, അള്ളാഹുവിന്റെ അദാബ് ഏറ്റുവാങ്ങേണ്ടി വരുന്ന ചിലരും ഉണ്ടാകും. വകാന അല്ലാഹു ഗഫൂറൻ റഹീമ. തീർച്ചയായിട്ടും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ് എന്നാണ് തുടർന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു മഗ്ഫിറത്ത് കാണിക്കുന്നവനും മർഹമത്ത് നൽകുന്നവനും ഒക്കെയാണ്. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ വിശുദ്ധ ഖുർആനില് മഗ്ഫിറത്ത് പരാമർശിക്കപ്പെടുന്ന ഗഫൂർ എന്ന പോലെയുള്ള പ്രയോഗങ്ങൾ വരുന്നിടത്താണ് ഈ റഹീം എന്ന പദം, അള്ളാഹുവിന്റെ ഒരു വിശേഷണം ചേർത്ത് പറയുന്നത് എന്നത് കാണാൻ കഴിയും. മഗ്ഫിറത്ത് നൽകപ്പെടുന്നത് പല പോരായികകളും സംഭവിച്ചിട്ടുള്ള അള്ളാഹുവിന് വിധേയപ്പെട്ട വിശ്വാസികളായ ആളുകൾക്കാണ്. അവർക്കാണ് മഗ്ഫിറത്തുള്ളത്. ആ ആളുകളോട് അള്ളാഹു കാണിക്കുന്ന പ്രത്യേകമായ കാരുണ്യമാണ് ഈ റഹീം എന്ന പദം സൂചിപ്പിക്കുന്നത്. മർഹമത്ത് അത് അവർക്കുള്ളതാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളോട് എല്ലാവരോടുമായി എല്ലാറ്റിനോടുമായി അള്ളാഹു കാണിക്കുന്ന കാരുണ്യമാണ് അർ റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ വിശേഷണം സൂചിപ്പിക്കുന്നത് എന്നത് വിശുദ്ധ ഖുർആനിലെ ഈ പദങ്ങളുടെ പ്രയോഗങ്ങളും ആ സന്ദർഭങ്ങളും വിലയിരുത്തിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ മുഖല്ലഫൂന മിനൽ അറാബ് എന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകിയേക്കാം, അള്ളാഹു അവർക്ക് മർഹമത്ത് നൽകിയേക്കാം, അവർക്ക് വിജയത്തിന്റെ മാർഗത്തിലേക്ക് തിരികെ എത്താൻ സാധിച്ചെന്ന് വരാം. പക്ഷെ ഈ താക്കീത് വളരെ പ്രാധാന്യമുള്ളതും അതുപോലെ വളരെ അവസരോചിതവുമായതായിട്ടാണ് അള്ളാഹു ഇവിടെ നൽകിയിരിക്കുന്നത്. മുഖല്ലഫൂന മിനൽ അറാബ് സ്വയം കരുതുന്നത് അവര് വിശ്വാസികളാണ്, വിജയത്തിന്റെ പാതയിലാണ് എന്നൊക്കെയാണ്. എന്നാൽ അവരെ അള്ളാഹു ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് വമൻ ലം യുഅ്മിൻ ബില്ലാഹി വറസൂലി.
അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കേണ്ട വിധത്തിൽ വിശ്വസിച്ചിട്ടില്ലാത്ത ആളുകൾ. അങ്ങനെയാണ്. അത് അമ്ന് തരുന്ന ഒരു സംഗതിയാണല്ലോ. ഈമാൻ എന്ന് പറയുമ്പോൾ അത് മനസ്സമാധാനം തരുന്നതായിരിക്കണം. അവനിൽ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് അതില് മനഃശാന്തി കണ്ടെത്താൻ കഴിയുമ്പോഴാണ് അത് ഈമാനാവുക. അങ്ങനെ ആയിട്ടില്ലെങ്കിൽ എന്റെ കാര്യം നോക്കാൻ ഞാൻ തന്നെ ഉള്ളൂ എന്നൊരു ബേജാറാണ് ഒരാൾക്കുള്ളതെങ്കിൽ അത് ഈമാനായി എന്ന് പറഞ്ഞൂടാ. അവരെ കീഴ്പ്പെട്ടവര് എന്നേ പറയാൻ പറ്റുള്ളൂ എന്നാണ് ഖുർആൻ മറ്റൊരിടത്ത് സൂചിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞോളൂ വേണമെങ്കിൽ, ഞങ്ങൾ മോമിനുകളാണ്, അഥവാ സത്യവിശ്വാസം ഉൾക്കൊള്ളുന്നതിലൂടെ മനസ്സമാധാനം കൈവരിക്കാൻ സാധിച്ചവരാണ് എന്ന് നിങ്ങൾ അവകാശപ്പെടണ്ട എന്നാണ് ഒരു കൂട്ടരെ കുറിച്ച് ഖുർആൻ മറ്റൊരിടത്ത് പരാമർശിക്കുന്നത്. അപ്പോ ഈ മുഹല്ലഫുകളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു അവരുടെ മനസ്സിലിരിപ്പിനെയൊക്കെ വെളിപ്പെടുത്തി തുറന്നു കാണിച്ച് എന്നിട്ട് അടുത്തൊരു താക്കീതിന്റെ സംസാരവും നടത്തിയതിനു ശേഷം അവർക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് അള്ളാഹു ആ കാര്യം സംഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ ഉപസംഹരിക്കുകയാണ്. വക്കാന അല്ലാഹു ഗഫൂറൻ റഹീമ എന്നാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് എന്നാണ്. അതില് ഈ മുഖല്ലഫുകളായ, അത് വിശ്വാസപരമായ വൈകല്യമുള്ള ആളുകളാണ്. അവര് ഈമാൻ അവരുടെ അകത്തേക്ക് വേണ്ട വിധത്തിൽ സ്വീകരിച്ചിട്ടില്ലാത്ത ആളുകളാണ്. അത്തരം ആളുകളുടെ ഈമാനെ അള്ളാഹു വിശ്വാസമായിട്ട് ഈമാനായിട്ട് പരിഗണിച്ചിട്ടില്ല. അള്ളാഹുവിലും ദൂതനിലും വിശ്വാസമില്ലാത്ത, അവരെ നിഷേധിക്കുന്നവരെ എന്ന നിലക്കാണ് അവർ പരാമർശിച്ചിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു തുടർന്ന് അവരുടെ നിലപാടുകള് വെളിപ്പെടുത്തുന്ന വിധത്തിൽ ഒരു കാര്യം പറയുകയാണ് അടുത്ത ആയത്തില്. സയഖൂലുൽ മുഖല്ലഫൂൻ, ഈ മാറി നിന്നവർ, പിന്തി നിന്നവർ പറയും, പ്രവാചകരെ വൈകാതെ തന്നെ താങ്കളോട് അവരിങ്ങനെ പറയും. എന്താ പറയാൻ പോണത്? ഇദൻതലഖ്തും ഇലാ മഗാനിമ ലിതഖുദൂഹ, യുദ്ധാർജിത മുതലുകള്, ഗനീമത്ത് സ്വത്തുക്കളൊക്കെ വാരിക്കൂട്ടാൻ വേണ്ടി, അതൊക്കെ സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങൾ പുറപ്പെടുമ്പോ എന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പമുള്ള വിധത്തില് ശത്രുക്കളുമായുള്ള ഒരു പോരാട്ടത്തിൽ ധാരാളം യുദ്ധം മുതലുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. അവരുമായുള്ള പോരാട്ടം വളരെ എളുപ്പത്തിൽ തന്നെ വിജയമാക്കി മാറ്റാൻ കഴിയും. ധാരാളം സ്വത്തും സമ്പത്തുകളും ഒക്കെ അവരിൽ നിന്ന് യുദ്ധാർജിത മുതലുകളായി പിടിച്ചെടുക്കാൻ കഴിയും എന്ന് തോന്നലുള്ള വിധത്തില്, എന്നൊരു പ്രതീക്ഷയിൽ ചില പടയോട്ടങ്ങളൊക്കെ മുസ്ലിങ്ങൾ നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയാം. അപ്പൊ അത്തരം യുദ്ധങ്ങള്, അത്തരം ഏറ്റുമുട്ടലുകൾ, ക്യാമ്പയിൻസ്, അത്തരം ക്യാമ്പയിനുകള് പ്രത്യക്ഷത്തിൽ തന്നെ യുദ്ധാർജിത മുതലുകൾ വാരിക്കൂട്ടാൻ വേണ്ടി പോകുന്നതാണ് എന്നത് തുടക്കത്തിൽ തന്നെ മനസ്സിലാവുകയും ചെയ്യും. കാരണം അത് വിജയം അത്രയും സുനിശ്ചിതമായ ചില സംഗതികളൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ചില സൈനിക നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മുഖല്ലഫുകളായി മാറി നിന്ന ഈ കൂട്ടര് പ്രവാചകരെ വൈകാതെ തന്നെ താങ്കളുടെ അടുക്കൽ വന്നിട്ട് പറയും. എപ്പോഴാണ് പറയാ? ഇദൻ തലഖ്തും ഇലാ മഗാനിമ ലിതഖുദൂഹ, അത് നിങ്ങള് ചില യുദ്ധാർജിത മുതലുകൾ കൈവശപ്പെടുത്താം എന്ന നിലക്ക് പുറപ്പെടാനിരിക്കുമ്പോ, മഗാനിം എന്ന് പറഞ്ഞാൽ ഗനീമത്താണ്, യുദ്ധാർജിത മുതലുകളാണ്, ശത്രുക്കളിൽ നിന്ന് യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന വിലപിടിപ്പുള്ള സമ്പത്തുക്കളൊക്കെ. അപ്പൊ അത് കൈവശപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ പുറപ്പെടുമ്പോ അവര് നിങ്ങളുടെ അടുക്കൽ വരും. ലിതഖുദൂഹ, നിങ്ങളത് ആ സമ്പത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ സൈനിക നീക്കം നടത്തുന്നത്. അങ്ങനെ നിങ്ങൾ പോകുമ്പോ അവര്, ഈ മുഖല്ലഫുകൾ പറയുന്നത് ഇങ്ങനെയാണ്: ദറൂന നത്തബിഉക്കും, ഞങ്ങളെ വിട്, ഞങ്ങളെയും കൂടി ഈ സൈന്യത്തോടൊപ്പം പുറപ്പെടാൻ അനുവദിക്കുക. ഇതാണ് അവർ പറയുക. നേരത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഉംറ യാത്രക്കും ആ സങ്കീർണമായ ആ സാഹചര്യങ്ങളെ നേരിടുന്നതിനൊക്കെ വേണ്ടി
വിളിച്ചപ്പോ പോകാൻ കൂട്ടാക്കാതിരുന്ന ആളുകള്, ശകലത്തിന അംബാലുന ബാഹ്ലൂന എന്നൊക്കെ പറഞ്ഞ ആളുകൾ, ഞങ്ങളെ സ്വത്തും മുതലും കുടുംബവും ഒക്കെ കാരണമായിട്ട് ഞങ്ങൾക്ക് പുറപ്പെടാൻ പറ്റിയില്ല, ഞങ്ങൾ തിരക്കിലായി പോയി എന്ന് പറഞ്ഞ ആളുകള് ഇപ്പോ കൂടുതൽ മുതലുകൾ വാരിക്കൂട്ടാൻ പറ്റും എന്ന് തോന്നിയ ചില ക്യാമ്പയിനുകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീങ്ങിയപ്പോ അവര് വന്ന് പറയുന്നത് ഞങ്ങളെയും കൂടി കൂടെ കൂട്ട് എന്നാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാൻ ആവേശം കാണിച്ചുകൊണ്ട് വരുന്നവരാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് അവരുടെ സംസാരം. അത് പറയുമ്പോ ആ നീക്കം, ആ സൈനിക നീക്കം യാതൊരു റിസ്കും ഇല്ലാത്തതാണ്, തിരിച്ചടിയൊന്നും ഏൽക്കേണ്ടി വരില്ല, ജീവൻ അപായപ്പെടുന്ന യാതൊരു സാധ്യതയും ഇല്ല, സ്വത്ത് മുതലൊക്കെ വാരിക്കൂട്ടൽ മാത്രമാണ് എന്നൊക്കെയുള്ള കണക്കുകൂട്ടലുകൾ അവർക്കുണ്ട്. ആ കണക്കുകൂട്ടലുകൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ ഒരു തിരിച്ചറിവോട് കൂടിയാണ് അവര് ഇപ്പോ വന്ന് പറയുന്നത്. നേരത്തെ അവര് യുദ്ധത്തിന് പുറപ്പെടാൻ സന്നദ്ധരായിരുന്നില്ല, യാത്ര പുറപ്പെടാൻ പോലും സന്നദ്ധരായിരുന്നില്ല. എന്നിട്ട് അവര് വന്ന് പറയുന്നത് ഇപ്പോ ദറൂനാൻ അത്തബ്യോക്കും, ഞങ്ങളെ പിടിച്ചു വെക്കല്ലേ, ഞങ്ങളെ നിങ്ങളുടെ കൂടെ കൂടാൻ അനുവദിക്കൂ, നിങ്ങളെ പിന്തുടരട്ടെ, ഇതാണ് അവര് പറയുന്നത്. അപ്പൊ അതില് കൃത്യമായിട്ടും അവരുടെ താല്പര്യം ഭൗതിക ജീവിത ഐശ്വര്യമാണ് എന്നത് വ്യക്തമാണ്. യുദ്ധാർജിത മുതലുകൾ വാരിക്കൂട്ടുന്നതിൽ പങ്കാളികളായാൽ അതിന്റെ വിഹിതം തങ്ങൾക്കും കിട്ടും എന്ന ഒരു കണക്കുകൂട്ടലാണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത് എന്നത് അള്ളാഹു അവരെ തുറന്നു കാണിച്ചുകൊണ്ട് ഇവിടെ പറയുകയാണ്. അവര് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് സയഖൂലുൽ മുഖല്ലഫൂന ഇദൻ തലഖ്തും ഇലാ മഗാനിമ ലിതഖുദൂഹ, അപ്പോ യുദ്ധാർജിത മുതലുകൾ കൈവശപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ പുറപ്പെടാനിരിക്കുമ്പോ മുഖല്ലഫുകൾ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയും ദറൂനാൻ അത്തബിയോക്കും, ഞങ്ങളെ പിടിച്ചു വെക്കല്ലേ, ഞങ്ങളെ തടഞ്ഞു നിർത്തല്ലേ, ഞങ്ങളും നിങ്ങളുടെ കൂടെ പുറപ്പെടട്ടെ എന്ന് അവര് താങ്കളോട് പറയും. യുരീദൂന അൻ യുബദ്ദിലു കലാമല്ലാഹ്, അള്ളാഹുവിന്റെ നിർദ്ദേശത്തെ മാറ്റിമറിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പറയുന്ന ഈ വിശ്വാസപരമായ കാപട്യം കൊണ്ടു നടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വിശ്വാസപരമായ ദാർഢ്യത കൈവരിച്ചിട്ടില്ലാത്ത ആളുകൾ, അത്തരം ആളുകളുടെ കാര്യത്തിൽ അവരെ തുടർന്നുള്ള യുദ്ധ സംബന്ധമായ യാത്രകളിൽ അവരെ കൂടെ കൂട്ടരുത് എന്നൊരു നിർദ്ദേശം അള്ളാഹുവിന്റെ പ്രവാചകന് അള്ളാഹു നൽകിയുണ്ടായിട്ടുണ്ട് എന്നാണ് ഈ ആയത്തിലെ പരാമർശം സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ആ നിർദ്ദേശത്തെ അട്ടിമറിക്കാനാണ് ഇവർ നോക്കുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പൊ ഖുർആനിൽ എവിടെയോ ഇങ്ങനെ ഒരു നിർദ്ദേശം അള്ളാഹുവിന് നൽകിയതുണ്ടാവണമല്ലോ. ഒന്നുകിൽ ഖുർആന്റെ ഭാഗമായിട്ടല്ലാതെ അള്ളാഹു നൽകിയിട്ടുള്ള വഹീന്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടാകും, ഇക്കൂട്ടരെ തുടർന്നുള്ള യുദ്ധങ്ങളിൽ പങ്കാളികളാക്കരുത് എന്ന വിധത്തിൽ. അപ്പൊ അത് എവിടെയാണ്, ഖുർആനിലുണ്ടോ എന്നത് വളരെ കൂടുതലായിട്ട് പലരും പരിശോധിക്കുകയും എന്നിട്ട് സൂറത്ത് തൗബയിലെ ഒരു ആയത്താണ് അത് എന്ന വിധത്തില് പലരും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ സൂറത്ത് തൗബയിലെ ആ ആയത്ത് അത് 84-ാമത്തെ ആയത്താണ്. നമ്മള് നേരത്തെ പഠിച്ച സൂറത്തിലെ 84-ാമത്തെ ആയത്താണ് സൂറത്ത് തൗബയിലെ. അത് ഈ ഹുദൈബിയയും ബൈഅത്തു റിദ്വാനും ഒന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതല്ല. ഹുദൈബിയ യാത്ര കഴിഞ്ഞ് ഒരു 3 വർഷമെങ്കിലും പിന്നിടുന്ന ഘട്ടത്തിലാണ് തബൂക്കിലേക്കുള്ള യുദ്ധയാത്ര നടക്കുന്നത്. ആ തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സൂറത്ത് തൗബയിലെ ആ ആയത്ത് അവതരിക്കുകയുണ്ടായത്. യഥാർത്ഥത്തിൽ ഇവിടെ ഇവര് മാറ്റിമറിച്ച, അട്ടിമറിച്ച എന്ന് പറയുന്ന ദൈവിക നിർദ്ദേശം ഈ സൂറത്തിൽ തന്നെ തുടർന്ന് 18-19 ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പരോക്ഷമായിട്ട് അള്ളാഹു നൽകുന്ന ഒരു നിർദ്ദേശമാണ് അവിടെ. മുഖല്ലഫുകളായ ആളുകളെ ഇനിയുള്ള ചില യാത്രകളിൽ കൂടെ കൂട്ടാൻ പാടില്ല. ആ യുദ്ധയാത്രകള് ഈ
ബൈഅത്ത് റിദ്വാനിലും ഹുദൈബിയ സന്ധിയിലും ഒക്കെ പങ്കാളികളായവരെ മാത്രം കൂട്ടിയാൽ മതി. കാരണം ആ യുദ്ധയാത്രയിലൂടെ അവർക്ക് വലിയ ഭൗതിക ഐശ്വര്യം തന്നെ നൽകാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. ധാരാളം സമ്പത്തും യുദ്ധാർജിത മുതലുകളും ഒക്കെ ധാരാളം ലഭിക്കുന്ന ഒരു എളുപ്പമുള്ള യുദ്ധയാത്രയായിട്ടാണ് അത് പരാമർശിക്കപ്പെടുന്നത്. ഞാൻ അതിലേക്ക് വരാം. അപ്പൊ അങ്ങനെയുള്ള യാത്രയില് ഈ സ്വത്ത് വാരിക്കൂട്ടുന്ന അല്ലെങ്കിൽ സമ്പത്ത് ആർജിക്കാൻ കഴിയുന്ന റിസ്ക് ഒന്നുമില്ലാത്ത ആ യാത്രയിൽ ഈ മുഹല്ലഫുകളെ കൂടെ കൂട്ടരുത്. അത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് നേരത്തെ ബൈഅത്ത് റിദ്വാനിലും ഹുദൈബിയ സന്ധിയിലും ഒക്കെ അതിന്റെ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയ ആ പരീക്ഷണത്തിലൊക്കെയും അള്ളാഹുവിന്റെ പ്രവാചകനോടൊപ്പം നിലക്കൊണ്ട ആളുകൾക്കായിട്ട് അള്ളാഹു റിസർവ് ചെയ്തിരിക്കുകയാണ്. അതില് ഈ മുഹല്ലഫുകളെ കൂട്ടരുത് എന്ന് അള്ളാഹു നിർദ്ദേശം നൽകിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈ സൂറത്തിൽ തന്നെ 18-19 ആയത്തുകളിൽ ആ പരാമർശം നമുക്ക് കാണാൻ കഴിയും. അപ്പോ വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ് യഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാഉ വകാന അല്ലാഹു ഗഫൂറൻ റഹീമ എന്ന് പറഞ്ഞതിന് ശേഷം മറ്റൊരു കാര്യത്തിലേക്ക് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. സയഖൂലുൽ മുഖല്ലഫൂൻ, പ്രവാചകരെ ഈ മാറി നിന്ന ആളുകൾ താങ്കളോടായിട്ട് വന്ന് പറയും, ഇദന്തലഖ്തും ഇല മഗാനിമ, യുദ്ധമുതലുകളിലേക്കായിട്ട് നിങ്ങൾ നീങ്ങുമ്പോൾ, ലിതഖുദൂഹ, അവയൊക്കെ കൈവശപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ നീങ്ങുമ്പോ അവര് നിങ്ങളുടെ അടുക്കൽ വന്ന് പറയും, ദറൂന നത്തബിയക്കും, ഞങ്ങളെ തടഞ്ഞു നിർത്തല്ലേ, ഞങ്ങളെയും കൂടി കൂടെ കൂട്ടു, ഞങ്ങൾ നിങ്ങളുടെ കൂടെ വന്നോട്ടെ, ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രയത്നങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി സജ്ജരായി സന്നദ്ധരായി വന്നിരിക്കുകയാണ്, ഞങ്ങളെയും നിങ്ങൾ കൂടെ വരാൻ അനുവദിക്കണം. ഇതാണ് അവര് വന്ന് പറയുന്നത്. അപ്പോ ഇതിനെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്, യുരീദൂന യുബദ്ദിലു കലാമല്ലാഹ്, അള്ളാഹുവിന്റെ നിർദ്ദേശത്തെ, അള്ളാഹുവിന്റെ കലാമിനെ അട്ടിമറിക്കാനാണ് ഈ ആളുകൾ ഉദ്ദേശിക്കുന്നത്. ഇത്തരം ആളുകളെ ഈ ക്യാമ്പയിനിൽ കൂടെ കൂട്ടരുത് എന്ന് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം. ആ നിർദ്ദേശത്തെ ലംഘിക്കുവാനും അതിനെ കാറ്റിൽ പറത്തുവാനും അതിനെ അട്ടിമറിക്കാനും ഒക്കെയാണ് അവരുടെ ഉദ്ദേശം. അപ്പോ അവരോട് ഇങ്ങനെ ഈ ഉദ്ദേശത്തോടു കൂടി ഞങ്ങളെയും കൂടെ കൂട്ടു എന്ന് വന്ന് പറയുന്ന ആളുകളോട് എന്ത് പറയണം? അതാണ് അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്നത്. ഖുൽ, പ്രവാചകരെ അവരോട് ഇങ്ങനെ പറയുക, ലൻ തത്തബിഊന, നിങ്ങൾ ഒരിക്കലും തന്നെ ഞങ്ങളുടെ കൂടെ ഇത്തവണ വരികയില്ല. ഈ ക്യാമ്പയിനിൽ, ഈ യുദ്ധത്തില് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം പങ്കാളികളാവാൻ സാധിക്കുകയില്ല, നിങ്ങൾ ഞങ്ങളെ പിന്തുടർന്ന് വരികയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരാൻ പാടില്ല എന്നാണ് അതിന്റെ സൂചന. നിങ്ങൾക്ക് വരാൻ സാധിക്കുകയുമില്ല, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരേണ്ടവരല്ല. ലൻ തത്തബിഊന, നിങ്ങൾ ഒരിക്കലും തന്നെ ഞങ്ങളെ കൂടെ ഈ ഒരു സംഗതിക്ക് പുറപ്പെടുകയില്ല, പിന്തുടർന്നു വരികയില്ല. കദാലിക്കും ഖാലല്ലാഹു മിൻ ഖബ്ൽ, അള്ളാഹു നിങ്ങളുടെ കാര്യത്തിൽ ഈ വിധത്തിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ യുദ്ധത്തിനുള്ള സാഹചര്യം ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അതിൽ കൂടെ കൂട്ടണ്ട എന്ന് അള്ളാഹു മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഈ മുൻകൂട്ടി പറഞ്ഞു എന്ന് പറയുന്നത് ഈ ആയത്ത് അവതരിപ്പിക്കുന്നതിന്റെ മുന്നേ പറഞ്ഞു എന്ന നിലയ്ക്ക് ചിലര് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ആ തെറ്റിദ്ധാരണ കാരണമായിട്ടാണ് ഈ സൂറത്തിലെ ബാക്കി ആയത്തുകളിൽ പരതാതെ അവര് വേറെ ചില സൂറത്തുകളിലേക്ക് പോവുകയുണ്ടായത്. യഥാർത്ഥത്തിൽ ഈ സൂറത്തിൽ തന്നെ തുടർന്ന് വരുന്ന ആയത്തുകളില് ഈ വരാനിരിക്കുന്ന ആ സാഹചര്യത്തില് എന്ത് ചെയ്യണം എന്നത് അള്ളാഹു മുൻകൂട്ടി പറയുകയാണ്. കാരണം ഈ സൂറത്ത് 29 ആയത്തുകൾ അടങ്ങിയിട്ടുള്ള സൂറത്തുൽ ഫത്ഹ് ഒറ്റ സന്ദർഭത്തില് ആ മദീനയിലേക്കുള്ള മടക്ക യാത്രക്കിടയിൽ അവതരിച്ചതാണ്. അത് കഴിഞ്ഞ് ഒരു 2-3 മാസങ്ങൾ പിന്നിടുന്ന ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഈ ബൈഅത്ത് റിദ്വാനിലും ഹുദൈബിയയിലും ഒക്കെ പങ്കെടുത്തിട്ടുള്ള അനുയായികളും
ചില സൈനിക നീക്കങ്ങളിൽ പങ്കാളികളാകുന്നത്. അത് ചില ഗോത്രങ്ങൾക്കെതിരിൽ എന്ന് പറഞ്ഞാൽ ഈ ഹുദൈബിയ സന്ധിയിലൂടെ ഖുറൈശികളിൽ നിന്നുള്ള ഭീഷണി തടഞ്ഞു നിർത്തപ്പെട്ട ഒരു സാഹചര്യത്തില് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന ചില ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ചില യഹൂദ ഗോത്രങ്ങളും അതുപോലെയുള്ള ചിലര്. അത് ഖൈബറിലുള്ള യഹൂദ ഗോത്രം, അതുപോലെ തൈമ, ഫദക്ക്, വാദിൽ, ഖുറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന ഗോത്രങ്ങൾ. ഇവര് നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സംഘത്തോടും വലിയ ചതി ചെയ്തിട്ടുള്ളവരാണ്. അത് ഈ ഹുദൈബിയ സന്ധിക്ക് മുന്നേ തന്നെ അഹ്സാബ് യുദ്ധത്തിന്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സത്യവിശ്വാസികളെയും കരാറ് ലംഘിച്ചുകൊണ്ട് അവരോട് വഞ്ചന ചെയ്ത കൂട്ടരാണ്. അവർക്കെതിരെയുള്ള ചില നടപടികൾ ബാക്കിയുണ്ടായിരുന്നു. ആ നടപടികൾ നിർവഹിക്കാൻ വേണ്ടി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നത് ഈ ഹുദൈബിയയും അതുപോലെ ഈ ബൈഅത്ത് റിദ്വാനും ഒക്കെ കഴിഞ്ഞവര് മദീനയിലേക്ക് തിരികെ എത്തിയ ഘട്ടത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഹുദൈബിയ സന്ധി പിന്നിട്ട് ഒരു 2-3 മാസത്തിനുള്ളിലായിട്ടാണ് ഈ ഖൈബർ ഉപരോധവും അവിടുന്ന് അവരാട്ടി പുറത്താക്കലും അതുപോലെ അവരുടെ സ്വത്ത് കണ്ടുകെട്ടുമൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു യാത്ര അത് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് തന്നെ ഖുറൈശികളിൽ നിന്നുള്ള ഭീഷണി 10 വർഷത്തേക്ക് ബ്ലോക്ക് ആക്കി ഇട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഖൈബർ, തൈമ, ഫദക്ക്, വാദിൽ ഖുറ പോലെയുള്ള ഇടങ്ങളിലെ ആളുകളെ നേരിടുക എന്നത് വളരെ എളുപ്പമായ ഒരു സംഗതിയാണ്. അത് പഴുത്ത് പാകമായി നിൽക്കുന്ന പഴങ്ങള് അവർ എളുപ്പത്തിൽ തങ്ങളുടെ സഞ്ചിയിലേക്ക് പറിച്ചിടുന്നത് പോലെയുള്ള ഒരു കാര്യമായിട്ടാണ് എല്ലാവർക്കും അനുഭവപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുഖല്ലഫുകളായ ആളുകൾ ആവേശത്തിൽ പാഞ്ഞു പുറപ്പെട്ടു വന്നിരിക്കുകയാണ്. ഞങ്ങളും കൂടെ വരുന്നുണ്ട് അള്ളാന്റെ മാർഗത്തിൽ പോരാടാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. യഥാർത്ഥത്തിൽ അവര് യാതൊരു ഭീഷണിയും പ്രതിസന്ധിയും ഇല്ലാതെ യുദ്ധമുതലുകൾ കൈക്കലാക്കാം എന്ന ഒരവസരം കണ്ടുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ കൂടെ കൂടാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വന്ന കൂട്ടരോട് പറയേണ്ടത് എന്താണ് എന്നത് അല്ലാഹു മുൻകൂട്ടി തന്നെ അറിയിച്ചിരിക്കുകയാണ് ഇവിടെ. എന്ന് പറഞ്ഞാൽ ഈ സൂറത്ത് അവതരിച്ച് ഏകദേശം ഒരു 2-2.5 മാസമൊക്കെ പിന്നിടുമ്പോഴാണ് ഈ സംഭവം വരുന്നത്. ഈ കാര്യം നേരത്തെ അല്ലാഹു ഇവിടെ പറയുകയാണ്. കുല്ലൻ തത്തബിഊന, നിങ്ങൾ ഒരിക്കലും തന്നെ ഞങ്ങളോടൊപ്പം പുറപ്പെടുകയില്ല, നിങ്ങൾക്ക് പുറപ്പെടാൻ അനുമതിയില്ല. കദാലിക്കും, ഈ വിധത്തിലാണ് ഖാലല്ലാഹു മിൻ ഖബൽ, അള്ളാഹു നേരത്തെ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങളുടെ കാര്യത്തിൽ. കദാലിക്കും എന്ന് പറഞ്ഞാൽ ഈ വിധത്തിലാണ് നിങ്ങളുടെ കാര്യത്തിൽ എന്നാണ്. അതൊക്കെ ഒരു വളരെ ക്യൂട്ടായ, വളരെ അറബി ഭാഷയിലെ തന്നെ അത്യപൂർവമായ ഒരു പ്രയോഗമാണ്. കദാലിക്ക എന്നത് നമുക്കറിയാവുന്ന ഒരു പദമാണ്. അതുപോലെ ഇന്നക്കും എന്നൊക്കെയുള്ള പ്രയോഗങ്ങളും അറബി ഭാഷയിൽ കും എന്ന സർവനാമമൊക്കെ കോമൺ ആയിട്ട് ഉപയോഗത്തിലുള്ളതാണ്. എന്നാൽ കദാലിക്കയും കുമും ചേർത്ത് കദാലിക്കും എന്നുള്ള ഒരു പ്രയോഗം അത് ഖുർആനിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു പ്രയോഗമാണ്. അത് വളരെ വിചിത്രമായ ഭാഷാപരമായ സാധ്യതകളുടെ സകല അതിർവരമ്പുകളെയും ഭേദിച്ചുകൊണ്ട് ഭാഷയെ പ്രയോജനപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഖുർആൻ ഇവിടെ കാണിച്ചു തരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയുണ്ടായി, ചില പ്രാപഞ്ചിക നിയമങ്ങളെ അള്ളാഹു ചില ഘട്ടങ്ങളിൽ മാറ്റി നിർത്താറുണ്ട്. ഞാൻ ഉണ്ടാക്കിയ നിയമമാണ്, അത് എനിക്ക് ആവശ്യമുള്ളപ്പോൾ മാറ്റി നിർത്താനും കഴിയും എന്ന വിധത്തിൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ ചെങ്കടൽ കടന്നുപോയ സംഭവമൊക്കെ ഞാൻ സൂചിപ്പിച്ചതാണ്. അതേപോലെ ഭാഷയും പ്രയോഗങ്ങളും അതിന്റെ വ്യാകരണ നിയമങ്ങളും ഒക്കെ നാം സംവിധാനിച്ചതാണ്. അത് നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന്റെ ഏത് എക്സ്ട്രീമിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ട് ആ ഭാഷയുടെ വ്യാകരണത്തെ അതിനെ അപ്രസക്തമാക്കുന്ന വിധത്തില് പ്രയോഗങ്ങൾ ആവിഷ്കരിക്കാൻ സാധിക്കും എന്നൊരു സൂചന അള്ളാഹു നൽകുന്നതായിട്ട് കാണാം. അപ്പൊ അള്ളാഹുവിടെ പറയുന്നത് കദാലിക്കും ഈ വിധത്തിലാണ് നിങ്ങളുടെ കാര്യത്തില് ഖാലല്ലാഹു മിൻ ഖബൽ, അള്ളാഹു നേരത്തെ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ഫസയഖൂലൂന, അപ്പൊ അവര് പറയും, ഈ മുഖല്ലഫുകൾ അന്നേരം പ്രതികരിക്കൽ എങ്ങനെയാണ്? ബൽ തഹ്സുദൂനന, നിങ്ങൾക്ക് ഞങ്ങളോട് അസൂയയാണല്ലേ എന്നാണ്.
ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ നേടിപ്പോകും എന്ന അസൂയയാണ് നിങ്ങൾക്ക് എന്നാണ് വിശ്വാസികളോട് അവര് തിരിച്ചു പറയുക. ബൽ തഹ്സുദൂനന ബൽ കാനൂ ലാ യഫ്ഖഹൂന ഇല്ലാ ഖലീല. അസൂയയും കാര്യമൊന്നുമല്ല, അവർക്ക് കാര്യം വെളിവാകുന്നില്ല എന്നതാണ് വിഷയം. ബൽ തഹ്സുദൂനന, ഈ വിശ്വാസി സംഘം ഈ മുഖല്ലഫുകളോട് അസൂയപ്പെടുന്നു എന്ന് പറയുന്നത് തന്നെ അവരുടെ അല്പത്വമാണ് വെളിപ്പെടുത്തുന്നത്. കാരണം മുഖല്ലഫുകളുടെ ലക്ഷ്യം ഭൗതിക താല്പര്യങ്ങളാണ്. ഭൗതിക താല്പര്യം വെച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു സംഘമായിരുന്നില്ല അള്ളാഹുവിന്റെ പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്നത്. അവർക്ക് അതിനേക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠമായ ചില ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഖൈബർ പോരാട്ടത്തിന് വേണ്ടി പുറപ്പെടുമ്പോ കൂടെ കൂട്ടാതെ ഇരുന്ന് നിങ്ങളെ അതിന് കൂട്ടാൻ പാടില്ല എന്ന് അള്ളാഹു നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അത് അട്ടിമറിക്കാൻ നോക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ അവരുടെ പ്രതികരണം ബൽ തഹ്സുദൂനന, നിങ്ങള് ഞങ്ങളോട് അസൂയ കാണിക്കുകയാണ് എന്നാണ് അവർ പ്രതികരിച്ചത്. അസൂയയുടെ കാര്യം അവരുടെ മനസ്സിലിരിപ്പ് വെളിപ്പെടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. ആ ക്യാമ്പയിനിൽ പങ്കാളികളാകുക എന്നതിലൂടെ അവര് ലക്ഷ്യമിടുന്നത് എളുപ്പത്തിൽ തടി വെടക്കാവാതെ കുറച്ച് സമ്പത്തും മുതലും ഒക്കെ കൈവശപ്പെടുത്തുക എന്നതാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ നേടിപ്പോകും എന്നതിലുള്ള അസൂയയാണ് നിങ്ങൾക്ക് എന്നാണ് അവരുടെ പ്രതികരണം. എന്നാൽ വിശ്വാസികള്, അള്ളാഹുവിന്റെ പ്രവാചകൻ, അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകൾ, അവരുടെ കാര്യത്തിൽ ഇവർ ഇങ്ങനെ സങ്കല്പിക്കുന്നത് ഒരർത്ഥം മാത്രമേ ഉള്ളൂ. ബൽ കാനൂ ലാ യഫ്ഖഹൂന ഇല്ലാ ഖലീല, വളരെ കുറച്ചല്ലാതെ ഇവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം, എന്നതാണ് വസ്തുത. ബൽ, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, അവര് കരുതിയ പോലെയോ അവര് പറയുന്ന പോലെയോ അല്ല. കാനൂ ലാ യഫ്ഖഹൂന, ഇവർക്ക് ഇതേ മനസ്സിലാവുള്ളൂ. അതാണ് പ്രശ്നം. ഈ വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകനെയും സത്യവിശ്വാസികളെയും മനസ്സിലാക്കാൻ, അവരുടെ ഉദാത്തവും ഉന്നതവുമായ ലക്ഷ്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു ഫ്രെയിം ഓഫ് മൈൻഡ് ഒന്നും ഇവർക്കില്ല. ഇവർക്ക് ഈ കല്ലും മുള്ളും അവിടുന്ന് വാരിക്കുട്ടിയ സ്വത്തും ഇവിടുന്ന് കെട്ടിയ സ്വർണവും അപ്പുറത്തുനിന്ന് പിടിച്ചെടുത്ത ആടും ഒട്ടകവും ഒക്കെ അറിയുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള അത്യുദാത്തമായ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നീങ്ങുന്ന ഈ ആളുകളുടെ മഹത്വം ഉൾക്കൊള്ളാൻ, മനസ്സിലാക്കാൻ ഈ കൂട്ടർക്ക് കഴിയില്ല. അവര് ലാ യഫ്ഖഹൂന ഇല്ലാ ഖലീല, വളരെ പരിമിതമായിട്ടല്ലാതെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇതാണ് അള്ളാഹു അവരെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.